ഇന്ന് മോൻ്റെ സ്കൂളിലല്ല വേറൊരു സ്കൂളിൽ വെച്ചിട്ട് സ്പോർട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. സ്പോർട്സുള്ള ദിവസം രാവിലെ ഭയങ്കര പുഷപ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വിന്നറാവും എന്നൊക്കെയാണ് അവൻ പറയാറ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതാ LRTയിലേക്ക് നടക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ലൈറ്റ് റെയിൽ എടുത്തിട്ട് വേണം പോകാനായിട്ട്. ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കും ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, അവിടുത്തെ സ്പീച്ചൊന്നും നമുക്ക് മനസ്സിലാവില്ല. എല്ലാം ചൈനീസിലാണ് അവർ പറയുക. അതൊന്നും മനസ്സിലാവാതെ നമ്മൾ വെറുതെ നോക്കിയിരിക്കാമെന്ന് മാത്രം. പിന്നെ ഇങ്ങനത്തെ പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് ഗെയിംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഇൻഡോർ ഗെയിംസും ഔട്ട്ഡോർ ഗെയിംസും ഉണ്ട്. ഇൻഡോർ ഗെയിംസ് ആയിരുന്നു ആദ്യം. അപ്പോൾ ഓരോരോ റൂംസിലായിട്ടൊക്കെ ഗെയിം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒക്കെ ഭയങ്കര സിമ്പിളും അതുപോലെ തന്നെ ഭയങ്കര എൻജോയ് ചെയ്യാൻ പറ്റിയ ഗെയിംസ് ആയിരുന്നു. ഇഷേന് ഭയങ്കര ടെൻഷനിലാണ് കേട്ടോ അതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് പാവം തോന്നും. ഇത് ജസ്റ്റ് ഒരു ഫണ്ണിന് വേണ്ടിയിട്ട് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ്. എന്തായാലും നല്ല സൂപ്പർ ഗെയിംസ് ആയിരുന്നു എല്ലാം. ഇതിൽ നമുക്ക് ഫോട്ടോ എടുത്തിട്ട് ഇതിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഫ്രെയിമിലൊക്കെ അവരാക്കി തരും. ഇഷാനുവിൻ്റെ ഒരു സിംഗിൾ ഫോട്ടോ എടുത്തു, പിന്നെ ഒരു ഫാമിലി ഫോട്ടോ കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കാണിച്ചു കൊടുത്ത ഫോട്ടോയിൽ ഒരു പാണ്ട സെപ്പറേറ്റ് ആയിട്ടാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഫോട്ടോ എടുത്ത് വന്നപ്പോൾ ഞങ്ങളുടെ കല്ലുവിനെ അവർ പാണ്ടിയാക്കി കേട്ടോ. അങ്ങനെ എല്ലാ ഗെയിംസും കേട്ട് ഞങ്ങൾ പ്രൈസൊക്കെ മേടിച്ച് തിരിച്ചു വന്നു കേട്ടോ.